ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ മകം തൊഴിൽ ഇന്നാണ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് മകം ദർശനത്തിനായി നട തുറക്കുക. രാത്രി 10:30 വരെ ഭക്തർക്ക് മകം തൊഴാൻ സമയം ക്രമീകരിച്ചിട്ടുണ്ട്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ക്ഷേത്രത്തും പരിസരത്തും ഒരുക്കിയിട്ടുള്ളത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എ.ടി. അശ്വതി ചേരുകയാണ്. അശ്വതി, എന്തൊക്കെയാണ് അവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഒരുക്കങ്ങൾ? ഭക്തജന തിരക്കുണ്ടോ ഇപ്പോൾ തന്നെ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ജിംഷാദ്, ഇവിടെ 2 മണിക്കാണ് മകം തൊഴൽ ആരംഭിക്കുന്നത്. രാത്രി 10:30 വരെയായിരിക്കും ഉണ്ടാവുക. 1 മണിക്ക് ഇവിടെ നടയടയ്ക്കും. ഇപ്പോൾ ഭക്തജനങ്ങൾ ഇവിടെ ക്ഷേത്ര ദർശനത്തിനായി എത്തുന്നുണ്ട്. ഇവിടെ ക്ഷേത്ര ദർശനം നടക്കുന്നുണ്ട്. 1 മണിയോടുകൂടി നടയടയ്ക്കും. വില്ലുമംഗലം സ്വാമിക്ക് ദേവി സർവാഭരണ വിഭൂഷിതയായി ദർശനം നൽകി എന്നതാണ് ഈ മകം തൊഴലിന്റെ ഒരു ഐതിഹ്യം. ആ ദിവസമാണ് ഇവിടെ അതേ രീതിയിൽ തന്നെ സർവാഭരണ വിഭൂഷിതയായ ദേവിയെ കാണുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾ എത്തുന്നത് എന്നാണ് ഇതിന് പിന്നിലുള്ള ഒരു വിശ്വാസം. ഇവിടെ നമുക്ക് കാണാം, ഈ ക്യൂ എന്ന് പറയുന്നത് വളരെ ദീർഘനേരം, അതായത് ഇന്നലെ മുതൽ ആളുകൾ കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇവിടെ കിടന്നുറങ്ങിയ ആളുകളാണ്. ഈ ഷീറ്റുകളൊക്കെ നമുക്ക് കാണാം, ബെഡ്ഷീറ്റുകളൊക്കെ. ഇവിടെ അത്രയധികം ആളുകൾ ഈ സമയത്ത് ഇവിടെ എത്തുന്നു എന്നതാണ്. അതായത് വലിയ രീതിയിൽ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇവർ ഇവിടേക്ക് ദർശനത്തിനായി അകത്തേക്ക് കയറുന്നത്. നമുക്ക് ചോദിക്കാം ഇവരോട് തന്നെ. എപ്പോഴാ വന്നത്? ഞങ്ങളോ ഇന്നലെ ഉച്ചക്ക്. ഇവിടെയാണോ കിടന്നത്? ഇവിടെ കിടന്നു. വരാറുണ്ട്. പട്ടാമ്പി കൊപ്പം. തീർത്ഥാനക്കൊപ്പം ഇന്നലെ ഇവിടെ കിടക്കുവായിരുന്നു. ഇന്നലെ വന്നതാ. നേരത്തെ തന്നെ തൊഴാൻ വേണ്ടി. മാതം തൊയ്യാൻ തന്നെ. ഇന്ന് പോകും, ഞങ്ങളെ പിരിച്ചു പോകും. അജിംഷാദ്, ഇത്തരത്തിലാണ്. അതായത് ഇന്നലെ ഉച്ചയ്ക്ക് മുതൽ ഇവിടെ ആളുകൾ വന്ന് ഇവിടെ കിടക്കുന്നതാണ്. അതായത് നമുക്കിവിടെ കാണാൻ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ക്യൂവിലുള്ള ആളുകൾ എല്ലാവരും തന്നെ ഇന്നലെ മുതൽ ഉള്ളവരാണ്. അവരുടെ ഷീറ്റുകൾ പോലും മാറ്റിയിട്ടില്ല. ഇവർ ഇന്നലെ ഇവിടെയാണ് കിടന്നത്. അത്ര വിപുലമായ രീതിയിലുള്ള ഭക്തജന തിരക്കാണ്. അത്രത്തോളം ഭക്തജന തിരക്കാണ് ഇവിടെ ഉള്ളത്. നമുക്കറിയാം, ഇത് ജനറൽ ക്യൂ ആണ്. അപ്പുറ സൈഡിൽ ഉള്ളത്, അതായത് നേരെ അവിടെ ഉള്ളത് ജനറൽ ക്യൂ ആണ്. അവിടെ നേരത്തെ ഇത്രയധികം തിരക്കുണ്ടായിരുന്നില്ല. ഇപ്പോൾ തിരക്ക് വളരെയധികം വർദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടും. ഏകദേശം 1 മണിയോടുകൂടി ഇവിടെ വലിയ തിരക്ക്, 2 മണിക്ക് നട തുറക്കുന്ന ആ ഒരു ഘട്ടത്തിൽ 1 മണിയോടുകൂടി തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടും. അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടിയിട്ടും ഏകദേശം 1000-ലധികം പോലീസുകാരെയാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനെ എല്ലാം ഇവിടെ കാണാനായിട്ട് സാധിക്കും. ആംബുലൻസ് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ടീമിന്റെ വാഹനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ സുരക്ഷാ സേന എല്ലാവരും ഇവിടെയുണ്ട്. പോലീസ് അടക്കമുള്ള സുരക്ഷാ സേന ഇവിടെയുണ്ട്. ഇവിടെ തിരക്ക് വളരെയധികം വർദ്ധിച്ചു വരുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഇവിടെ ആളുകൾ പ്രത്യേക അനൗൺസ്മെന്റുകളെല്ലാം തന്നെ നടത്തുന്നുണ്ട്. അതായത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കുട്ടികളടക്കം ഇവിടെ വരുന്നതാണ്, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങി, അതുപോലെ തന്നെ ചടങ്ങുകൾ എവിടം വരെയായി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള വിപുലമായിട്ടുള്ള അനൗൺസ്മെന്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. എന്തായാലും ആളുകൾ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അടുത്തുള്ള ആളുകളാണ്, എറണാകുളം ജില്ലയിലുള്ളവരാണ്. മറ്റുള്ളവരെല്ലാം തന്നെ ഇന്നലെ മുതൽ ഇവിടെയും സമീപ പ്രദേശങ്ങളിലും ഒക്കെ തന്നെയായിട്ട് തമ്പടിച്ചിട്ടുണ്ട്. ഈ ക്യൂവിൽ തന്നെ കിടന്നുറങ്ങി ഇന്ന് രാവിലെ ക്ഷേത്ര ദർശനം നടത്തുന്ന രീതിയിലേക്കാണ് ആളുകൾ പോയിരിക്കുന്നത്. ജിംഷാദ്.